മലു ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1695 ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടെ ബ്രിട്ടനിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് സിഗ്നൽ സ്റ്റേഷനായി അന്നത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച കേരളത്തെ ആദ്യത്തെ കോട്ടയായ അഞ്ചുതെങ്ങ് കോട്ടയാണ് ഇന്ന് ആദ്യമായി സന്ദർശിക്കുന്നത്. ഈ കോട്ട അനുബന്ധിച്ചാണ് 1697 അഞ്ചുതെങ്ങ് കലാപവും 1721 ആറ്റിങ്ങൽ കലാപവും നടന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 32 കിലോമീറ്ററാണ് ഇതുവരെയുള്ള ദൂരം. ഇതാണ് അഞ്ചുതെങ്ങ് ഫോർട്ട്. റിനോവേഷൻ ചെയ്ത് ഭംഗിയായി സൂക്ഷിച്ചിട്ടുണ്ട്. കോട്ടയുടെ പ്രവർത്തനം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഇവിടെ എൻട്രി ഫീസ് ഇല്ല. വിസിറ്റേഴ്സ് എൻട്രൻസ് കോട്ടയുടെ പിൻവാതിലിൽ കൂടിയാണ്. ആദ്യം എൻട്രി ചെയ്യുമ്പോൾ കാണുന്നത് ഒരു ചെറിയ പൂന്തോട്ടവും ഒരു പഴയ കിണറുമാണ്. കോട്ടയ്ക്ക് 4 കൊത്തളങ്ങളുണ്ട്. 2 കടലിനോടും മറ്റു 2 പ്രധാന റോഡിനോട് ചേർന്നിട്ടുള്ളതുമാണ്. ഈ കോട്ട ചതുരാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയുടെ പിൻഭാഗത്ത് 2 നിരീക്ഷണ ഗോപുരങ്ങളുണ്ട്. അവിടെ നിന്ന് നമുക്ക് ലൈറ്റ് ഹൗസ് അടുത്ത് കാണാം. മൈസൂർ സുൽത്താൻ ഹൈദരാലിയുമായിട്ടുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വെടിക്കോപ്പുകൾ സൂക്ഷിച്ചിരുന്നത് ഇവിടെയാണ്. കോട്ടയുടെ മുൻഭാഗത്തെ നിരീക്ഷണ ഗോപുരത്തിൽ നിന്നും മനോഹരമായ കടൽ തീരം നമുക്ക് കാണാം. ഇതാണ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കോട്ടയുടെ മുൻഭാഗം. കോട്ടവാതിലിന് മുൻപിലായി 7 കൽത്തൂണുകളുണ്ട്. കോട്ടയോട് ചേർന്ന് പഴയ കല്ലറകൾ കാണാം. അതിലൊന്ന് കോട്ടയുടെ കമാൻഡറായിരുന്ന ബ്രേവന്റെ പത്നിയുടേതാണ്. ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായ കോട്ട 1921 ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചത്. ലൈറ്റ് ഹൗസിന്റെ പ്രവർത്തന സമയം വൈകുന്നേരം 3 തൊട്ട് 5 മണി വരെയാണ്. മുതിർന്നവർക്ക് 10 കുട്ടികൾക്ക് 3 രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക്. ആയിരത്തി 1695 നിർമ്മിച്ച ഈ ലൈറ്റ് ഹൗസിന് 130 അടി ഉയരമാണുള്ളത്. $250 സ്റ്റെപ്പുകൾ കയറി വേണം ലൈറ്റ് ഹൗസിന്റെ മുകളിലെത്തുവാൻ. ഈ ചെറിയ വാതിൽ കൂടിയാണ് ഗാലറിയിലോട്ട് കടക്കേണ്ടത്. ഇവിടെ നിന്ന് അഞ്ചുതെങ്ങ് കോട്ടയുടെയും ബീച്ചിന്റെയും പാർവതി പുത്തനാറിന്റെയും മനോഹരമായ 360 ഡിഗ്രി ഏരിയൽ വ്യൂ കാണാം. അഞ്ചുതെങ്ങ് കോട്ടയുടെ മുന്നിൽ അറേബ്യൻ കടലും പിന്നിൽ പാർവതി പുത്തനാറുമാണ് ഒഴുകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വക്കം പണയിൽക്കടവ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ഇവിടുന്ന് സൺറൈസും കണ്ട് വൈകുന്നേരം ഗോൾഡൻ ഐലൻഡിലേക്ക് സൺസെറ്റ് കയാക്കിംഗ് ചെയ്യുവാനാണ് ഇന്നത്തെ പ്ലാൻ. സൺസെറ്റ് കയാക്കിംഗ് നോവ ബോട്ടിംഗ് ക്ലബിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. Everybody just do your thing. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. Wake up. ഇറച്ചി മാറ്റിയ കക്കയുടെ തോടാണ് ഈ ഇറക്കുന്നത്. Today's gonna be a good day. Wake up, today's gonna be a good day. Wake up, today's gonna be a good day. ഗോൾഡൻ ഐലൻഡിലെ ശിവപാർവതി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന പണയിൽക്കടവിലെ ഭക്തജനങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ ബോട്ടിംഗ് ക്ലബിൽ നിന്നും രാവിലെയും വൈകുന്നേരവും പൂജ സമയത്ത് ഫ്രീ ബോട്ടിംഗ് സർവീസ് ലഭ്യമാണ്.
calculation. One step at a time, yeah, that's how you make it. Set a goal you control and the steps you take them. I try to pick one thought, have some concentration. And if I'm ഇനി നോവ ബോട്ടിംഗ് ക്ലബ്ബിലെ രാവിലത്തെ ആക്ടിവിറ്റീസ് കാണാം. do this every day, call it replication. Wake up. ആദ്യം തന്നെ വിസിറ്റേഴ്സ് രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിക്കേണ്ടതാണ്. നോവ ബോട്ടിംഗ് ക്ലബ്ബിലെ ആക്ടിവിറ്റീസ് രാവിലെ 5 മണിക്ക് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. സൺറൈസ് കണ്ട് സഫാരി ബോട്ടിൽ മടങ്ങി വരുന്ന ടൂറിസ്റ്റുകളാണിവർ. സഫാരി ബോട്ടിൽ 6 പേർക്ക് യാത്ര ചെയ്യാം. 1 മണിക്കൂറത്തെ ഫീ 1600 രൂപയാണ്. ഇവിടെ ശികാര ബോട്ടുണ്ട്. 20 പേർക്ക് യാത്ര ചെയ്യാം. 1 മണിക്കൂറത്തേക്ക് 2800 രൂപയാകും. Sometimes I'm high, other times I'm barely breathing though. സൺറൈസ് കയാക്കിംഗ് ടീം തിരിച്ചെത്തി കഴിഞ്ഞു. 2 മണിക്കൂറത്തെ കയാക്കിങ്ങിന് ഒരാൾക്ക് 650 രൂപയാകും. They'll never stop unless I can swap. രാവിലെ ഷിഗാര ബോട്ടിങ്ങിന് വന്ന ഫോറിൻ ടൂറിസ്റ്റുകളാണിവർ. Fake it till I make it. Positive thoughts are overtaken. I got patience. One day at a time is how you operate a cadence. A flow, you grow, you show yourself a foundation. Stay away from all the shit that causes. വൈകുന്നേരം 4:30 സൺസെറ്റ് കയാക്കിംഗ്. ഞാൻ ഉൾപ്പെടുന്ന 2ാമത്തെ ബാച്ചിൻ്റെ ട്രെയിനിങ് സെക്ഷനാണ് ഈ കാണുന്നത്. गर्मी भी नहीं है, सनसेट भी हो रहा है, you will enjoy the beach more. ഇവിടെ 3/4 മണിക്കൂറോളം കയാക്കിംഗ് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഗോൾഡൻ ഐലൻഡിലെത്തി. ഈ ദ്വീപിലെ പ്രധാന ആകർഷണം ഇവിടുത്തെ ശിവപാർവതി ക്ഷേത്രമാണ്. I don't know, write a mantra or something like this for you. ദ്വീപിൽ അരമണിക്കൂറോളം ചെലവിട്ടതിന് ശേഷം സൺസെറ്റ് കാണാൻ ഞങ്ങൾ ഇറങ്ങി. ഈ ഐലൻഡിൽ നീന്താൻ ആഗ്രഹമുള്ളവർക്ക് നീന്താം. ഏകദേശം അരമണിക്കൂറോളം സൺസെറ്റ് കായലിൽ നിന്ന് കണ്ടതിന് ശേഷം ഞങ്ങൾ ബേസിലേക്ക് തിരിച്ചു. ക്യാമറ ഇരിക്കുന്നുണ്ട്, ബാലൻസ് ഇവിടെ ബോട്ടിങ്ങിന് വരാൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ട് ഡിസ്കൗണ്ടോടെ ബുക്ക് ചെയ്യുക.